ഹലോ, നമസ്കാരം. ഇന്നത്തെ വളരെ റെലവൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും പേപ്പർ എടുത്ത് നോക്കിയാൽ എല്ലാ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എവിടെയെങ്കിലും ഒരു 24-25 വയസ്സിനിടയിൽ വരുന്ന കുട്ടികളെന്ന് പറയാനേ പറ്റൂ, തലമുറകൾ വളർന്നു വരുന്നതല്ലേ ഉള്ളൂ, കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ ഈ കുട്ടികൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്? ലഹരി തന്നെയാണോ, അതോ കുടുംബത്തോട് അടുപ്പമില്ലായ്മയാണോ? ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ വേദനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലേ? പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നവരാണല്ലേ. ഈ ഓരോ ദിവസത്തെയും പത്രങ്ങൾ വായിച്ച് തുടങ്ങുമ്പോൾ, പണ്ടൊക്കെ ഒരു വാർത്ത വന്നാൽ, ഒരു കൊലപാതകം അല്ലെ എന്തെങ്കിലും ശുഭകരമല്ലാത്തൊരു വാർത്ത വന്നാൽ അതൊരു ഒരാഴ്ച അല്ല ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുമായിരുന്നു, അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇന്ന് ഒരു വാർത്ത വന്നു, ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ അടുത്ത പുതിയൊരു വാർത്ത കൂടി വരുന്നൊരവസ്ഥയാണ്. കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ നമുക്ക് വരുന്ന അപാകതയാണോ? ചിന്തിക്കേണ്ട വിഷയമല്ലേ. പക്ഷേ ലഹരി തന്നെയാണ് മുഖ്യമായിട്ടുള്ള വിഷയം. ലഹരിക്ക് അടിമപ്പെടുക. കുഞ്ഞുങ്ങൾക്ക് ലഹരിയാണ് ഇന്ന് വേണ്ടത്. അത് അവർക്ക് കിട്ടാൻ മാർഗങ്ങൾ ഒരുപാടുണ്ട്, സാമ്പത്തികത്തിൻ്റെ വഴികളുണ്ട്. സാമ്പത്തികം ഉപയോഗിച്ച് അവർക്കത് കൈക്കലാക്കാനുള്ള എല്ലാ മാർഗങ്ങളുമുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാനേ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ ഈ നടന്ന കൂട്ടക്കുരുതി, വെഞ്ഞാറമ്മൂട് നടന്ന 5 പേരെ കൊലപ്പെടുത്തിയ ആ കുരുതി, ആ കൊച്ചങ്ങനെ ചെയ്യുമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? ഓരോ വാർത്തകളും ചിന്തിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളുമായിട്ടാണ് നമുക്ക് തരുന്നത് അല്ലേ. ശരിക്കും മക്കളാണ് ചിന്തിക്കേണ്ടവർ. ഇത് കേൾക്കുന്ന ഒരു 15 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഓർക്കുക, മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടും അവരുടെ പ്രയാസങ്ങളും ഒക്കെ എത്ര വലുതാണ്, അല്ല അവരുടെ പ്രതീക്ഷകൾ എത്ര വലുതാണ് ഈ പ്രായത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ഓർത്ത്. പക്ഷേ ഇന്നത്തെ തലമുറ അവർക്ക് വേദന മാത്രമാണ്. എല്ലാവരും അല്ല കേട്ടോ, നല്ല മക്കളുണ്ട്, നന്നാവണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടും അല്ല. പക്ഷേ ഈ ഒരു വെഞ്ഞാറമ്മൂട് കൊലപാതകം നടന്ന ആ ഒരു കുട്ടിയെക്കുറിച്ച് ആർക്കും മറ്റ് കംപ്ലൈൻറ്റുകൾ പറയാനില്ല. പെട്ടെന്നുണ്ടാവുന്ന ലഹരിയുടെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലഹരി നമുക്ക് ജീവിതത്തിൽ ഒന്നും തരുന്നില്ല അല്ലേ. ലഹരി നമുക്ക് സന്തോഷം, ഒരു അല്പനേരത്തേക്കുള്ളൊരു സന്തോഷം, ഒന്നും അറിയാതെ കുറച്ച് നേരത്തേക്ക് ജീവിക്കാനുള്ളൊരു സമയം, അത് മാത്രമേ ഉള്ളൂ. നിത്യമായിട്ടുള്ളതൊന്നും ലഹരി തരുന്നില്ല. അത് ചിന്തിക്കാത്ത ഒരു തലമുറയും അവരുടെ കൂട്ടുകാരുമൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നത്. വേദന തോന്നുന്നു. ആ അമ്മ വെഞ്ഞാറമ്മൂട് കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അല്ലെ അതിനിരയായ അമ്മ ബോധം വന്നപ്പോൾ പറഞ്ഞത്, മകനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ആ അമ്മ മകനെ സംരക്ഷിക്കാനായിട്ടാണ് വീണ്ടും കള്ളം പറയുന്നത്. അമ്മമാർക്ക് അല്ലെ മാതാപിതാക്കൾക്ക് മക്കളോട് എന്നും അനുകമ്പയും സ്നേഹവും വാത്സല്യവും കരുണയും എല്ലാം ഉണ്ട്. പക്ഷെ മക്കൾ തിരിച്ചെന്താ നൽകുന്നതെന്ന് ചിന്തിക്കണം. ഈ മക്കൾക്ക് ഒരു പ്രായം എത്തിയാലാണ് ബാക്കി ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ആയിരുന്നില്ല, ഞാനിങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. ഇന്നതൊന്നും ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു തലമുറയിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് നമ്മുടെ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലഹരി കച്ചവടക്കാരെന്ന് പറയാം. ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ലഹരി ഒരു കൂടിപ്പോയാൽ ഒരു 80, 70, 80 ഒക്കെ വയസ്സ് വരെ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് എന്തിനാണ് ലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ വർഷങ്ങൾ, അല്ലെ നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ ഓരോ ജീവിത ഇതും കളയുന്നത്?